പുതുവത്സരം എത്തിക്കഴിഞ്ഞു. 3:30 കിരിബാത്തി ദ്വീപിലെത്തിയ നമ്മുടെ പുതിയ വർഷം ഇതാ നമുക്ക് മുന്നിലും എത്തിക്കഴിഞ്ഞു. പ്രതീക്ഷകളോടെ, ഏറെ ശുഭപ്രതീക്ഷകളോടെ നമുക്ക് 2026 വരവേൽക്കാം. ഒരു കേക്ക് മുറിച്ചായാലോ ആഘോഷം. ലോകം മുഴുവൻ ഈ പുതുവത്സരത്തെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ നമുക്കും അല്പം മധുരം കഴിച്ചുകൊണ്ടാവാം. അതിന് ഈ 2025 ഒരു പക്ഷേ സ്റ്റാർ ആക്കി മാറ്റിയ ഒരാളുടെ പ്രസൻസ് കൂടി നമ്മളോടൊപ്പം ന്യൂസ് 18നോടൊപ്പം ഉണ്ടത് എന്നതാണ് ഏറ്റവും സന്തോഷം. മലയാളികളുടെ മുഴുവൻ ഹൃദയം കവർന്ന ഒരു ബിഗ് ബോസ് താരം അനീഷ്. വെൽക്കം അനീഷ്, ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ശ്രീജ ചേച്ചിക്കും ഹാപ്പി ന്യൂ ഇയർ. അതുപോലെ തന്നെ ന്യൂസ് 18 കേരളത്തിന്റെ എല്ലാ മെമ്പേഴ്സിനും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, പുതുവത്സരാശംസകൾ. സർപ്രൈസ് ആണ്. ഞാൻ പെട്ടെന്ന് വരുമ്പോൾ ഇതാ കുറച്ചു മുൻപ് മലയാളി ഓഫ് ദി ഇയർ ഒക്കെ പുരസ്കാരം നേടിയ അനീഷ് ഞങ്ങളോടൊപ്പം ഇവിടെ സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്നു. അപ്പോൾ പിന്നെ അനീഷിനെ കൊണ്ട് നമുക്ക് ഒരു കേക്ക് മുറിച്ച് ഈ സന്തോഷം പങ്കുവെക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഏറ്റവും മനോഹരമായ കാര്യം. അപ്പോൾ ഈ ഒരു കൊല്ലം ഒരു പക്ഷേ അനീഷിന്റെ ജീവിതത്തിൽ ഏറ്റവും സ്പെഷ്യൽ ആയിരുന്നു 2025 അല്ലേ. അതിലും മനോഹരമായൊരു വർഷം, അതിലും ഇവന്റ്ഫുൾ ആയൊരു വർഷം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് ആ സന്തോഷത്തോടെ കേക്ക് മുറിക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവിടെ നമ്മുടെ ക്രൂ ഒക്കെ ഉണ്ട്. എല്ലാവരും വരൂ, ജോയിൻ ചെയ്യൂ. നമുക്ക് ഒരു ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പാടി അല്ലേ. ഹാപ്പി ന്യൂ ഇയർ പാടാൻ പറ്റുമോ? അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ പാടാം. യെസ്, തുടങ്ങ്, ആരെങ്കിലും ഒക്കെ തുടങ്ങണം. യെസ് യെസ് യെസ്. വെൽക്കം 2026. ഹാപ്പി ന്യൂ ഇയർ. ഒന്നിച്ച് പറഞ്ഞാൽ കുറച്ചുകൂടെ രസമുണ്ടാവില്ലേ? ഓ 1 2 3 ഹാപ്പി ന്യൂ ഇയർ. യെസ്, താങ്ക് യു. അപ്പം അനീഷിനെ പറഞ്ഞ പോലെ കൂടുതൽ മധുരമുള്ളതാവട്ടെ. കുറച്ചു മുന്നേ അജയ് ഇവിടെ, അജയ് പറയായിരുന്നു എന്തൊക്കെയാണ് ഈ 2025 സംഭവിച്ചതെന്ന്. അജയ് അങ്ങനെ ലിസ്റ്റ് ചെയ്ത് പറഞ്ഞപ്പോഴാണ് ഇത്രയേറെ ഇവന്റ്ഫുൾ ആയ ഒരു വർഷമാണ് കടന്നുപോയത്. അത് ലോക രാഷ്ട്രീയത്തിലാവട്ടെ, നമ്മുടെ രാഷ്ട്രീയത്തിലാവട്ടെ, നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിലാവട്ടെ. അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഓരോ ദിവസവും വലിയ വലിയ വാർത്തകളുടെ ഒരു വർഷമായിരുന്നു കടന്നുപോയത്. അതിലൊന്നായിരുന്നു അനീഷ് എന്ന കോമണർ അല്ലേ. അനീഷ് എന്ന കോമണർ സ്റ്റാറായി മാറിയ വർഷം. അങ്ങനെ എത്ര സ്റ്റാറുകളെ നമ്മൾ കണ്ടു. അജയ്, ഒരു വാർത്തയുടെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ 2025 എത്രത്തോളം ഇവന്റ്ഫുൾ ആയിരുന്നു? എന്താ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സംഭവ വികാസങ്ങൾ പോലെ തന്നെ 2025 ഒരു തുടക്കം തന്നെ ഇപ്പോൾ നമ്മുടെ കുംഭമേളയാണെങ്കിലും ട്രംപിൻ്റെ മടങ്ങിവരവാണെങ്കിലും നമ്മളെ